ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ്. ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ് ഇന്ത്യയിലെ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ഇലക്ട്രിക് യൂട്ടിലിറ്റി ആൻഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ കമ്പനിയാണ്. ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. 14,707 മെഗാവാട്ട് സ്ഥാപിത വൈദ്യുതോത്പാദന ശേഷിയിൽ 5,847 മെഗാവാട്ട് ഗ്രീൻ എനർജി സ്രോതസ്സുകളിൽ നിന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത പവർ കമ്പനിയായി മാറുന്നു. 2017 ഫെബ്രുവരിയിൽ 1 ജിഗാവാട്ട് സോളാർ മൊഡ്യൂളുകൾ കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി ടാറ്റ പവർ മാറി. General information. Technical performance. Shareholding. Technical levels. സ്റ്റോക്ക് പ്രകടനം. പുനരുപയോഗ ഊർജ്ജം, പ്രക്ഷേപണം, വിതരണം എന്നിവയിൽ വൈവിധ്യമാർന്ന താൽപ്പര്യങ്ങളുള്ള ഇന്ത്യൻ പവർ മേഖലയിലെ മുൻനിര ഓഹരിയാണ് ടാറ്റ പവർ. സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങളിലേക്കുള്ള പരിവർത്തനത്തിനായി പുനരുപയോഗ ഊർജ്ജം, പ്രത്യേകിച്ച് സൗരോർജ്ജം, കാറ്റ്, ഇവി ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ കമ്പനി ആക്രമണാത്മകമായി നിക്ഷേപം നടത്തുന്നു. സോളാർ റൂഫ്ടോപ്പ് ഇൻസ്റ്റാളേഷനുകളും ഇവി ചാർജിംഗ് നെറ്റ്വർക്കുകളും വിപുലീകരിക്കുന്നതിൽ അതിന്റെ ശ്രദ്ധ ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. സാമ്പത്തികമായി സ്ഥിരമായ എബിറ്റിഡെ മാർജിനുകളോടെ സ്ഥിരമായ വരുമാന വളർച്ചയാണ് ടാറ്റ പവർ കാണിക്കുന്നത്. ഓഹരിവില കുതിക്കുന്നു. വൈദ്യുതി മേഖലയിലെ ഭീമന്മാരിൽ ടാറ്റ പവർ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 10% വർധന. ശക്തമായ പ്രശസ്തിയും സ്ഥിരതയാർന്ന പ്രകടനത്തിന്റെ ട്രാക്ക് റെക്കോർഡും ഉള്ളതിനാൽ കമ്പനി വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ടാറ്റ പവർ ഓഹരി വില 3.8% വർദ്ധിച്ചു. സ്റ്റോക്ക് 2024 ഓഗസ്റ്റ് 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഓഹരി പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ സോളാർ സെല്ലും മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്ലാന്റായ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ പുതിയ 4.3 ജിഗാവാട്ട് പ്ലാന്റിൽ സോളാർ സെല്ലുകളുടെ ഉത്പാദനം ആരംഭിച്ചതിനുശേഷം ടാറ്റ പവർ ഓഹരി വില ഉയർന്നു. ഈ തന്ത്രപരമായ നീക്കം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ടാറ്റ പവറിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. പ്ലാന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന നൂതന സാങ്കേതികവിദ്യകൾ സോളാർ സെൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാവി പ്രതീക്ഷകൾ. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടരുന്നതിനാൽ ടാറ്റ പവറിന്റെ ഭാവി പ്രതീക്ഷ നൽകുന്നതാണ്. 2030ഓടെ ശുദ്ധമായ ഊർജ്ജശേഷി 70% ആയി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശ്രദ്ധയ്ക്ക് അനുസൃതമായ തന്ത്രപരമായ നീക്കം. ടാറ്റ പവറിന്റെ നിക്ഷേപങ്ങൾ സൗരോർജ്ജത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഭൂട്ടാനിൽ 600 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയും കമ്പനി നേടിയിട്ടുണ്ട്. അവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വേനൽ മാസങ്ങളിൽ ഇന്ത്യയ്ക്ക് വിൽക്കും. ജലവൈദ്യുതത്തിലേക്കുള്ള ഈ വൈവിധ്യവൽക്കരണം ടാറ്റ പവറിന്റെ പോർട്ട്ഫോളിയോ വർദ്ധിപ്പിക്കുകയും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ സമതുലിതമായ മിശ്രിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള തന്ത്രത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഭൂട്ടാൻ പദ്ധതിയിലെ 6 ബില്യൺ രൂപയുടെ നിക്ഷേപം പുനരുപയോഗിക്കാവുന്ന മേഖലയിലെ അന്താരാഷ്ട്ര വിപുലീകരണത്തിനും പങ്കാളിത്തത്തിനുമുള്ള കമ്പനിയുടെ ദീർഘകാല വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു. നൂതന സൗകര്യം. ആഭ്യന്തര സോളാർ സെല്ലും മൊഡ്യൂൾ ഉൽപ്പാദനവും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇത് ഇന്ത്യയുടെ സൗരോർജ്ജ ലക്ഷ്യങ്ങൾക്കും നെറ്റ് സീറോ എമിഷൻ നേടാനുള്ള പ്രതിബദ്ധതയ്ക്കും സംഭാവന നൽകും. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്ലാന്റ് അതിന്റെ പൂർണ്ണമായ 4 ജിഗാവാട്ട് ശേഷിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശേഷിക്കുന്ന 2 ജിഗാവാട്ട് അടുത്ത 4-6 ആഴ്ചകൾക്കുള്ളിൽ ഓൺലൈനിൽ എത്തും. Prediction. Conclusion. ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജമേഖലയിലെ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടാറ്റ പവർ ശക്തമായ ദീർഘകാല നിക്ഷേപ അവസരങ്ങൾ അവതരിപ്പിക്കുന്നത്. ക്ലീൻ എനർജിയിലും ഇലക്ട്രിക് മൊബിലിറ്റി സൊല്യൂഷനുകളിലും കമ്പനിയുടെ തന്ത്രപരമായ ശ്രദ്ധ ഭാവിയിലെ വളർച്ചയ്ക്ക് മികച്ച സ്ഥാനം നൽകുന്നു. വിശാലമായ മാർക്കറ്റ് ഘടകങ്ങൾ കാരണം സ്റ്റോക്ക് ചില സമീപകാല ചാഞ്ചാട്ടം നേരിടേണ്ടിവരുമെങ്കിലും അതിന്റെ ദീർഘകാല വീക്ഷണം പോസിറ്റീവായി തുടരുന്നു. Thank you.